വാട്ട് ഇഫ് സീസൺ 3, വാട്ട് ഇഫിൻ്റെ അവസാനത്തെ സീസൺ ആയിരുന്നു ഇത്. ഫൈനൽ സീസൺ 8 എപ്പിസോഡുകളായിരുന്നു ഇതിനും ഉണ്ടായിരുന്നത്. അപ്പം വാട്ട് ഇഫിൻ്റെ ഒരു ജേണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സീസൺ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ഉള്ള ഒരു സീസൺ ആയിരുന്നു. രണ്ടാമത്തെ സീസൺ വന്ന സമയത്ത് അത്രയില്ല, കുറേ പേര് ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചു. മൂന്നാമത്തെ സീസൺ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരിതെല്ലാം സോൾവ് ചെയ്തിട്ട് ഒരു കിടിലൻ സീരീസ് ആയിരിക്കും, ഒരു സീരീസിൻ്റെ എൻഡിങ് ആണ് ചെയ്യുന്നത്, അപ്പം ഒരു കിടിലൻ സാധനമായിരിക്കും ചെയ്യുന്നതെന്നുള്ളത്. ആദ്യത്തെ എപ്പിസോഡ് ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് എപ്പിസോഡ് വന്ന സമയത്ത് പോരാ എന്നുള്ളൊരു ഫീലിംഗ്. കാരണം ഓരോ എപ്പിസോഡിലും ഇങ്ങനെ ഒരു മിക്സഡ് സാധനമായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഓക്കെ ദിസ് ഈസ് ഡാം ഗുഡ് എന്ന് പറയാനായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ വളരെ കുറവ്. അതിപ്പം ഫിനാലെ എപ്പിസോഡിലാണെങ്കിൽ കൂടി ഒരു ഓക്കെ ഫൈറ്റ് സീനുകളുണ്ട്, ഫൈറ്റ് സീക്വൻസുകളുണ്ട്, കുറേ ആക്ഷൻ, കുറേ കളർ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു സീരീസ്. അപ്പം മാർവൽ ആ ഒരു പ്രൈം സാധനമൊന്നും ചെയ്തിട്ടില്ല സീസൺ 3. ഇതിൻ്റെ സീസൺ 1 തന്നെയാണ് ഇത് ബെറ്റർ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സീസൺ ചെയ്തില്ല എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെയാണ് ഇതിനകത്ത് ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ചെയ്തു, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കണക്ട് ചെയ്ത് കൊണ്ടുപോയത് ഇത് അങ്ങനെയൊന്നുമില്ല. അവസാനത്തെ 2 എപ്പിസോഡിലാണോ ഇതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് വേണമെങ്കിൽ രണ്ടാം സീസണിൽ 2 എപ്പിസോഡുകളെ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അത്രയും കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരു മെയിൻ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു, ഇതിനകത്ത് ബേഡി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൻ്റയർ സീസൺ ചെയ്തതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഇതിൻ്റെ ക്ലൈമാക്സിൽ ആ ഒരു ക്യാരക്ടറെ മാത്രമാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. ബാക്കിയുള്ള അപ്പം ആ ഒരു സ്റ്റോമിൻ്റെ കൂടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെ, അതായത് ക്യാപ്റ്റൻ കാർട്ടറിൻ്റെ ഒക്കെ കൂടെ കാണിക്കുന്നത് ആ ഒരു ക്യാരക്ടറിനെ മാത്രമാണ്. അല്ലാണ്ട് ഈ ഒരു സീസണിൽ വേറെ ആരെയും ബാക്കി എല്ലാ ക്രൂവിനെയും ബാക്കി അന്ന് കാണിച്ചതൊക്കെ തന്നെയാണ്. അപ്പം ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്ന് ഞാൻ പറയും. ഇത് കണ്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പം ഇനി വരുന്ന സീസണിൽ അല്ലെങ്കിൽ വരുന്ന അടുത്ത ഫേസിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ക്യാരക്ടറെ കാണിക്കുന്ന സമയത്ത് അന്ന് നിങ്ങൾ പറയാമല്ലോ ഇത് കാണണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആയിരിക്കും വാട്ട് ഇഫിൻ്റെ സീസൺ 3 എന്ന് പറയുന്നത്. ഞാനങ്ങനെ നിങ്ങൾ പോയി കാണുക, അത്രയ്ക്ക് മൈൻഡ് ബ്ലോയിങ് സാധനങ്ങളൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. മാർവലിൻ്റെ ഒരു കൊച്ചപരാധം അത്രയാണ്. അല്ലാണ്ട് നല്ല രീതിയിൽ അപരാധിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ അപരാധിച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു സാധനത്തിനകത്ത്. ഓക്കെ കണ്ടു നോക്കുക, നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നില്ല ആർക്കും ഇതിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടെന്ന്, എല്ലാവരെയും അപരാധം എന്നാണ് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റായിട്ട് പറയുക നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സീസൺ കണ്ട സമയത്ത് എന്നുള്ളത്. ഒരു ടൈം വേസ്റ്റിങ് ചില എപ്പിസോഡുകൾ കാണുന്ന സമയത്തൊക്കെ ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നാമത്തെ എപ്പിസോഡ് നല്ല എപ്പിസോഡാണ്. കുറച്ച് എപ്പിസോഡുകളൊക്കെ കൊള്ളാം എന്നുള്ളതല്ലാതെ ബാക്കി മൊത്തത്തിൽ ഈ പറയുന്ന പോലെ ജസ്റ്റ് അപരാധം ആയിട്ടാണ് ഫീൽ ചെയ്തത്. കണ്ടു നോക്കുക, ഒപ്പീനിയൻസ് പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ ഗൈസ്.